ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളി യൂട്യൂബ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് കോപ്പ് ആണ് ഓൾവേസ് പോസിറ്റീവ് ആയി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് ധാക്ക സ്പെഷ്യാലിറ്റീസ്, ധാക്കയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ നഗരവും ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനവുമാണ് ധാക്ക എന്നത്. ഇതിന് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം ദക്ക എന്ന മരത്തിൽ നിന്നുമാണ് ഈ നഗരത്തിന് ഈ ധാക്ക എന്ന പേര് വരുവാനായിട്ടുള്ള കാരണം. ഇതൊരു ബീറ്റ ഗ്ലോബൽ സിറ്റിയാണ്. അതിന് കാരണം വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ 9ാം സ്ഥാനത്തും ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ലോകത്തിലെ 7ാം സ്ഥാനവുമാണ് ഈ നഗരത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ബീറ്റ ഗ്ലോബൽ നഗരം എന്നും അറിയപ്പെടുന്നു. ഇതൊരു മെഗാ സിറ്റിയാണ്. ഇതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 10 ലക്ഷം, അതായത് 1 മില്യൺ 10,35,882 ഇതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. മെഗാ സിറ്റിയുടെ ആകെ ഏരിയ എന്ന് പറയുന്നത്, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 270 കിലോമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇത് ഗംഗാ ഡെൽറ്റയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ധാക്ക എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. ധാക്കയുടെ ചരിത്രം നോക്കുമ്പോൾ 1ാം സഹസ്രാബ്ദം മുതൽ തന്നെ ഇവിടെ ജനസംഖ്യ ഉള്ളതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം മുഗൾ ചക്രവർത്തിമാരുടെ ഒരു സാമ്രാജ്യമായിരുന്നു ഈ നഗരം എന്ന് പറയുന്നത്. 16-17 നൂറ്റാണ്ടുകളിൽ മുഗൾ ചക്രവർത്തിമാരുടെ കൈകളിലായിരുന്നു. അപ്പോൾ അവരുടെ തലസ്ഥാന നഗരമായിരുന്നു ധാക്ക. മുഗൾ ബംഗാൾ എന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. മുഗൾ ബംഗാളിൻ്റെ തലസ്ഥാന നഗരമായിരുന്നു ധാക്ക എന്നത്. അത് പണ്ട് കാലത്ത് ഇത് ഡക്ക എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ധാക്ക എന്നത്. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിനോടുള്ള ബഹുമാനാർത്ഥം ഈ നഗരത്തിന് ജഹാംഗീർ നഗർ എന്ന പേരും അവർ നൽകിയിരുന്നു 16-17 നൂറ്റാണ്ടുകളിൽ. ഏകദേശം 75 വർഷത്തോളം ഇത് ബംഗാൾ മുഗൾ ബംഗാൾ തലസ്ഥാനമായി തുടർന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഏകദേശം 75 വർഷത്തോളം. പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് വരാൻ തുടങ്ങി. ധാക്ക തുറമുഖം അതിന് പ്രധാനപ്പെട്ട ഒരു വേദിയായി. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള അനേകം കച്ചവടക്കാരും വ്യാപാരികളൊക്കെ ഇവിടെ വന്നു. യൂറോപ്യന്മാർ വന്നു, ഫ്രഞ്ചുകാർ, അതോടൊപ്പം ബ്രിട്ടീഷുകാർ, അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ വന്നു. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നിവയുടെ എല്ലാം ആസ്ഥാനമായിട്ട് ധാക്ക പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. ഇവിടെ ഈ 3 ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെയും ആസ്ഥാനമായിരുന്നു ധാക്ക എന്നത്. പിന്നീട് 1900-ന് ശേഷം 1905-ന് ശേഷം ആസാം പ്രവിശ്യയുടെയും കിഴക്കൻ ബംഗാളിൻ്റെയും തലസ്ഥാനമായിരുന്നു ഇത് ധാക്ക എന്നത്. പിന്നീട് 1947-ൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് കിഴക്കൻ പാകിസ്ഥാൻ്റെ തലസ്ഥാനമായി 1947-ൽ. 1962-ൽ പാകിസ്ഥാൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനമായി 1962-ൽ. പിന്നീടുണ്ടായ പ്രക്ഷോഭങ്ങളും പുതിയൊരു രാജ്യം രൂപീകരിക്കണമെന്നുള്ള തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കുമെല്ലാം ശേഷം 1971-ൽ ബംഗ്ലാദേശ് രൂപീകരിച്ചപ്പോൾ 1971-ൽ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായി. 2008-ൽ മുനിസിപ്പൽ നഗരമായിട്ട് 400 വർഷം തികയ്ക്കുന്ന ഒരു ആഘോഷവും 2008-ൽ അവർ നടത്തുകയുണ്ടായി. ഇന്ന് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ധാക്ക എന്നത്. അതായത് 16-17 നൂറ്റാണ്ടുകളിൽ അതായത് 1970-കളിൽ വെറും ലക്ഷമായിരുന്ന, അല്ലെങ്കിൽ ആ ഒരു 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്ന രാജ്യം ക്യാപിറ്റൽ സിറ്റി പെട്ടെന്നാണ് പിന്നീട് 10 ലക്ഷത്തിലേക്കൊക്കെ വന്നത്. ഏകദേശം ഒരു 30-40 വർഷം കൊണ്ടാണ് അവരുടെ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് അവരുടെ ഒരു വളർച്ച ലോകം കണ്ടതെന്ന് പറയാം. ഇന്ന് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശിൻ്റെ ധാക്ക എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.